ഹയാസിന് ഇപ്പൊ സ്കൂളിലേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ്ടോ ചോറ് കൊടുത്തു വിടുന്നത്. വീട്ടിൽ തന്നെ ചോറ് കഴിക്കാൻ വളരെ മടിയാണ്, അതുകൊണ്ട് വാരി കൊടുത്തിട്ടാണ്ടോ കഴിപ്പിക്കാറുള്ളത്. ഇന്നിപ്പോ ചോറിന്റെ കൂടെ വഴുതനങ്ങയാണ്ടോ ഒലത്തി കൊടുത്തു വിടുന്നത്. വഴുതനങ്ങ അരിയുന്നതിന്റെ ഒപ്പം തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറ ഉണ്ടാവില്ല. ഇത് എനിക്ക് നമ്മുടെ എളീമ പറഞ്ഞു തന്ന ടിപ്പാണ്. പൊതുവെ വഴുതനങ്ങ ഒലത്തി കഴിയുമ്പോൾ അതൊരു ബ്ലാക്ക് കളറിലേക്ക് മാറാറുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ഗ്രീൻ കളറിൽ തന്നെ കിട്ടും. വഴുതനങ്ങ വാടി വരുന്ന സമയം കൊണ്ട് ഹയാസിന് ഇതേ കുളിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടിയെ പിടിക്കാതെ വഴുതനങ്ങയൊന്ന് ചിക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനാണ് പാൻ അടുപ്പത്ത് വെച്ചത്. ഓംലെറ്റ് മിക്സ് ഞാൻ ഇതിനിടയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും ഞാൻ ഹയാസിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചു കൊണ്ടുവരാം. ഇനിയിപ്പോ ഒരു 5-10 മിനിറ്റ് അവനൊന്ന് പുഞ്ഞാരിക്കണം, എന്നാലാണ് ഒന്ന് ഓണായി വരുള്ളൂ. ഓണായി വന്നു കഴിഞ്ഞാൽ നേരെ ബ്രഷ് ചെയ്യാനായിട്ട് പോക്കോളൂ. ആ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് ഇതേ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ വാട്ടർ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചു, ബോട്ടില് ലഞ്ച് ബോക്സും ഫില്ല് ചെയ്ത് വെച്ചു. ഇന്നിപ്പോ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് ഈ ഒരു സ്ട്രോബെറി ഫ്ലേവറിലുള്ള വേഫേഴ്സ് ആണ്. സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും റെഡിയായി. ഇക്കാകെ ഹയാസിനെ റെഡിയാക്കുന്നുണ്ട്. അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റും വാരി കൊടുത്തു. നമുക്കപ്പോ അടുത്ത വീഡിയോയിൽ കാണാം.